തെർമൽ പൊല്യൂഷൻ. ഇവിടെ പറയാൻ പോകുന്നത് തെർമൽ പൊല്യൂഷൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചിട്ടും അത് എങ്ങനെ കൺട്രോൾ ചെയ്യാം ഉള്ള മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ്. ഫിഷിനും അതേപോലെ മറ്റ് അക്വാട്ടിക് ഓർഗാനിസത്തിനും തെർമൽ പൊല്യൂഷൻ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും ടെമ്പറേച്ചറിൽ ഇൻക്രീസ് സംഭവിക്കുമ്പോഴും പെട്ടെന്ന് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചസുമാണ് അവരെ അത് ഡേഞ്ചറസ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് പറയണത് ഓരോ സ്പീഷീസിനെ കൺസിഡർ ചെയ്തിട്ട് ഒരു സർട്ടൻ ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമേ ഫിഷിനും മറ്റ് അക്വാട്ടിക് ഓർഗാനിസത്തിനൊക്കെ സർവൈവൽ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ മെറൈൻ അനിമൽസിനെ ഒരു എക്സാമ്പിളാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഒരു 2 to 3 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഇൻക്രീസ് ആവുന്നതിന് സർവൈവൽ ഇമ്പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ഈ പവർ പ്ലാന്റ്സിൽ നിന്നും വാട്ടർ എന്ത് ചെയ്യുന്നു, വാട്ടർ ബോഡിയിൽ ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടാവണം, നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും 15 ഡിഗ്രി സെൽഷ്യസ് എന്താണ് ടെമ്പറേച്ചറിൽ ഇൻക്രീസ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താണ് വാട്ടർ ബോഡിയിലേക്ക് വാട്ടറിൻ്റെ പവർ പ്ലാന്റ്സിൽ നിന്നും ഉണ്ടാകുന്ന ഡിസ്ചാർജ് വഴിയൊക്കെ റിവേഴ്സിലൊക്കെ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ ഉണ്ടാവുന്ന ഇൻക്രീസ് വഴി എന്ത് ചെയ്യുന്നു, ഈ ഓർഗാനിസത്തിനൊക്കെ സർവൈവൽ ഇമ്പോസിബിൾ ആവുകയും അവരുടെ ഡിസ്ട്രക്ഷന് കാരണമാവുകയും ചെയ്യുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. പവർ പ്ലാന്റ്സിൽ നിന്നും ഹീറ്റ് ഡിസ്ചാർജ് ചെയ്തിട്ട് റിവറിലേക്കോ അല്ലെങ്കിൽ ലേക്കിലേക്കോ ഒക്കെ എത്തുമ്പോൾ അവിടെയുള്ള വാട്ടറിൽ ഹയർ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഹയർ ടെമ്പറേച്ചർ ആകുമ്പോൾ വാട്ടറിലുള്ള ഓക്സിജൻ്റെ സോളിബിലിറ്റി ഡിക്രീസ് ചെയ്യുകയും ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിപ്ലീഷന് കാരണമാവുകയും ചെയ്യുന്നു. അതുമാത്രമല്ല ഹയർ ടെമ്പറേച്ചർ വഴി ഫിഷിൻ്റെയും അതർ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെയും ഒക്കെ മെറ്റബോളിക് പ്രോസസ്സിൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മെറ്റബോളിക് പ്രോസസ്സിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൺസ്യൂം ചെയ്തതിന് ആ ഫുഡിനേക്കാൾ കൂടുതൽ അവർ കൺസ്യൂം ചെയ്യാനും അതൊരു ഫുഡ് ചെയിനിലൊരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനും പിന്നെ അവരുടെ തന്നെ ഡിസ്ട്രക്ഷന് പിന്നീട് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് ഫർദർ ലെഡ്സ് ടു എ faster depletion of dissolved oxygen of water. Such a depletion of oxygen turns out to be fatal for several aquatic species. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന വഴി ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ ഫാസ്റ്റർ ഡിപ്ലീഷൻ സംഭവിക്കുകയും ഇങ്ങനെ അപ്പോൾ ഈ ഫാസ്റ്ററായിട്ട് ഡിപ്ലീഷൻ എന്ത് ചെയ്യുന്നു, അക്വാട്ടിക് സ്പീഷീസിനെ ഡേഞ്ചറസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Then third point, certain other aquatic species do survive in warmer water. In fact, the species that can live in warmer water flourish so excessively that the diversity of fauna in the region gets significantly changed. അപ്പോൾ വാമർ വാട്ടറിൽ ചില അക്വാട്ടിക് സ്പീഷീസിന് എന്ത് ചെയ്യാം, സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സർവൈവ് ചെയ്ത് അവിടെ നിലനിന്ന് പോണവർ എന്ത് ചെയ്യും, അത് അവരുടെ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ആ ഒരു റീജിയനിലെ ഫോണ ഡൈവേഴ്സിറ്റിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഫോർത്ത് പോയിന്റ്, സഡൻ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ എ റിവർ ഓർ ലേക്ക് കോസ്ഡ് ബൈ പീരിയോഡിക് പവർ പ്ലാന്റ് ഷട്ട് ഡൗൺസ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് ഈവൻ ദോസ് സ്പീഷീസ് ദാറ്റ് ആർ എക്ലിമാറ്റിസ്ഡ് ടു ലീവ് ഇൻ വാമർ വാട്ടർ. അതായത് വാമർ വാട്ടറിൽ ലീവ് ചെയ്യാൻ പറ്റിയിരുന്ന സ്പീഷീസിനെ പോലും ഡെത്ത് സംഭവിക്കുന്നു. എപ്പോൾ പവർ പ്ലാന്റിൻ്റെ ഷട്ട് ഡൗൺ സംഭവിക്കുമ്പോൾ പവർ പ്ലാന്റ്സൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആ ഒരു വാമർ വാട്ടറിൽ ഇപ്പോൾ വാമായിട്ടിരുന്ന വാട്ടറിൽ പെട്ടെന്ന് എന്ത് ടെമ്പറേച്ചർ വീണ്ടും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൽ ലീവ് ചെയ്യാൻ പറ്റുന്ന സ്പീഷീസ് പോലും ഡെത്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ തെർമൽ പൊല്യൂഷൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ക്ലൈമറ്റിക് ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഓൾറെഡി ഒരു വാംത്ത് ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ വാംത്ത് ഈ തെർമൽ പൊല്യൂഷൻ വഴി ആഡ് ചെയ്യുമ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിനും കാരണമാകുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് തെർമൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക, അതാണ് പറയാൻ പോണത്. By dissipating the excess heat of condenser cooling water to the atmosphere either by means of evaporation or by transfer to the air. അതായത് വാട്ടറിനെ കൂൾ ചെയ്യുന്ന കണ്ടൻസർ അവിടെ ഉണ്ടാവുന്ന എക്സസ് ആയിട്ട് ഹീറ്റ് നമുക്ക് ഇവാപറേഷൻ വഴിയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ടു ദ എയർ വഴിയോ നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് കളയാവുന്നതാണ്, കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ചെയ്യാൻ ഇങ്ങനെ കൂൾഡായിട്ടുള്ള വാട്ടർ, അപ്പോൾ നമുക്ക് കണ്ടൻസർ കൂളിംഗ് വെച്ചിട്ട് നമ്മൾ വാട്ടറിനെ കൂളാക്കിയിട്ടുണ്ടല്ലോ, ആ കൂളർ വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ബോഡിയിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്ന 2 മെത്തേഡുകളാണുള്ളത്.
കൂളിംഗ് പോണ്ട് മെത്തേഡും കൂളിംഗ് ടവർ മെത്തേഡും. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള തെർമൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് കൂളിംഗ് പോണ്ട് മെത്തേഡ്. ദ വാം വാട്ടർ ഫ്രം ദ പ്ലാന്റ് ഈസ് അലൗഡ് ടു ഫ്ലോ ഇൻ ടു എ ലാർജ് ആർട്ടിഫിഷ്യൽ പോണ്ട്. അതായത് പവർ പ്ലാന്റിൽ നിന്നും വാം വാട്ടർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോണ്ടിലേക്ക് ഫ്ലോ ചെയ്യിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, ഇവാപ്രേഷൻ നടക്കുമ്പോൾ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയും കൂളറായിട്ടുള്ള വാട്ടർ അവിടെ റിമെയിൻ ചെയ്യുകയും ചെയ്യും. ഈ കൂളർ വാട്ടർ പിന്നീട് നമുക്ക് കണ്ടൻസർ കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ പോണ്ടിനടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് കൂളിംഗ് പോണ്ട് മെത്തേഡ്. ഇനി ഇതിൻ്റെ ഡയഗ്രാമാണ്. ടെക്സ്റ്റിലൊന്നുമില്ല, നമുക്ക് പഠിക്കാനുള്ളതല്ല, അറിയാൻ വേണ്ടിയിട്ട് ഇട്ടേക്കണം കേട്ടോ. തരാം. പവർ പ്ലാന്റിൽ നിന്നും ഹോട്ട് വാട്ടർ കൂളിംഗ് പോണ്ടിലേക്ക് എത്തുന്നു. ഇവിടെ ഇവാപ്രേഷൻ സംഭവിക്കുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ദെൻ ഇവിടെ പിന്നെ കൂളായിട്ടുള്ള വാട്ടർ ഉണ്ടാവും. അത് പിന്നീട് കണ്ടൻസർ കൂളിംഗ് പർപ്പസിന് വേണ്ടി പവർ പ്ലാന്റിലേക്ക് തന്നെ പോകും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വാട്ടർ ബോഡീസിലേക്ക് വിടാം. അതാണ് ഈ ഒരു പിക്ചർ പറയണത്. അടുത്താണ് കൂളിംഗ് ടവർ മെത്തേഡ്. The warm water from the plant is sprayed downwards over vertical sheets kept in a cooling tower and allowed to meet cool air passed upwards. അതായത് ഈ കൂളിംഗ് ടവറിൽ നമ്മൾ വെർട്ടിക്കൽ ഷീറ്റ്സൊക്കെ അങ്ങനെ കെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട് അവിടെ. കൂളിംഗ് ടവറിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ അവിടെ പവർ പ്ലാന്റിൽ നിന്നുള്ള വാം വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വെർട്ടിക്കൽ ഷീറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു കൂളിംഗ് ടവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. താഴേക്ക് സ്പ്രേ ചെയ്യും. താഴെ നിന്ന് കൂളായിട്ടുള്ള എയർ എന്ത് ചെയ്യും, മുകളിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ കൂളായിട്ടുള്ള എയറും വാമായിട്ട് വാട്ടറും തമ്മിൽ മീറ്റ് ചെയ്യും. Heat exchange occurs between the water and the air, and the excess heat is dissipated into the atmosphere about 100 meters above the base of the tower. അപ്പോൾ ഈ വാം വാട്ടറും കൂളെയറും തമ്മിൽ എന്ത് സംഭവിക്കും, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയും എക്സസ് ആയിട്ടുള്ള ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് പുറന്തള്ളുകയും ചെയ്യും. അത് നമ്മുടെ ബേസ് ഓഫ് ദ ടവറിൽ നിന്നും 100 മീറ്റർ അബവ് വരെ ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നു എന്നാണ് പറയണത്. The cooled water collected at the base of the tower is recycled back to the power plant condensers for cooling purposes. അപ്പോൾ കൂൾഡ് ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യും, ടവറിൻ്റെ ബേസിൽ കളക്ട് ചെയ്യുകയും അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ പ്ലാന്റ് ഇനിയും കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് പവർ പ്ലാന്റിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഒരു കൂളിംഗ് ടവറിൻ്റെ ഇൻസൈഡ് കാണിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് വർക്കിംഗ് ഓഫ് എ കൂളിംഗ് ടവറിൻ്റെ ഒരു വീഡിയോ കൂടി കാണാം. Cooling tower is the place the coolant medium of water is cooled down for reusing it in the power plant. In this concrete structure, hot water is allowed to cool down, thereby releasing the thermal energy into the environment. The cooling tower, cold water basin, air inlet, fill media, spray nozzles and drift eliminator. Hot water is pumped into spray nozzles. Due to the natural convection, cold air gets drawn from outside through air inlet. The cold air then cools down the water which is stored at the very basement of the tower. Note that during this process about 2% of water evaporates. A cooling tower works on the principle of natural circulation. Due to the difference in density, the warm air rises up and escapes from the opening at the top of the tower. Thank you.